രാവിലെ എളാപ്പയാണ് വീട്ടിൽ വന്ന് പറഞ്ഞത്, നമ്മുടെ റഫീക്ക് നാളെ നാട്ടിലേക്ക് വരികയാണ്. ആരും തിരിച്ചൊന്നും ചോദിക്കാഞ്ഞത് കണ്ടതും കൂടുതൽ പറയാതെ ഇളയപ്പ നടന്നു നീങ്ങി. പോയിട്ടധികം ആയില്ലല്ലോ, ഈ കടങ്ങളൊക്കെ ഇനി ആരാ വീട്ടുക എന്ന് ചിന്തിച്ചതും ഉമ്മയുടെ മനസ്സ് പിടഞ്ഞു. ഉപ്പയുടെ മനസ്സിൽ ആവലാതി കൂടുകയായിരുന്നു. മൂത്തവൾക്കേ കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കാതെ ഇനി ഇങ്ങനെ. ഭാര്യക്കത് കേട്ടപ്പോൾ തുടങ്ങിയ കണ്ണീരാണ്. തന്നോടൊന്നും പറയാഞ്ഞത് കൊണ്ടും വരാനുള്ള സാധനങ്ങള് സ്വപ്നം കണ്ടുമ്പോഴൊക്കെ വെറുതെ ആയല്ലോ. ഇങ്ങോട്ട് വരട്ടെ, ഒരു മിനിറ്റ് ഞാൻ സ്വൈര്യം കൊടുക്കില്ല. എല്ലാവരുടെയും ചിന്തകൾ കൂടിക്കൂടി വന്നപ്പോഴേ വീടിന്റെ നിശബ്ദതയും കൂടിക്കൊണ്ടിരുന്നു. അപ്പോഴും റഫീക്ക് മുമ്പ് കൊണ്ടുവന്ന സാധനങ്ങളുടെ പെട്ടികളെ അലമാരയ്ക്ക് മുകളിലും അട്ടത്തുമിരുന്ന് മുഖം കരപ്പിച്ച് വീട്ടുകാരെ നോക്കുന്നുണ്ടായിരുന്നു. ക്യാൻസൽ ആണെന്നറിഞ്ഞതും കൊണ്ടുവരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് അനുജന്മാര് ഓരോ വഴിക്ക് പോയി. പിന്നെ പോയത് കൂട്ടുകാരനും എളാപ്പയും. പണ്ട് മകന് വരുമ്പോഴേ അങ്ങാടിയിൽ കാത്തു നിന്നിരുന്ന ഉപ്പ ഇപ്രാവശ്യം വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടുപടിക്കൽ വന്നു നിന്ന വാഹനത്തിന്റെ ശബ്ദം കേട്ടാണ് മനസ്സില്ലാ മനസ്സോടെ ഉപ്പ പുറത്തേക്ക് ഇറങ്ങിയത്. അന്ന് ഉമ്മ അടുക്കളയിൽ നിന്നും ഓടിക്കിതച്ചു വരുമായിരുന്നു. ഇന്ന് കടങ്ങളൊക്കെ എങ്ങനെ വീട്ടുമെന്നോർത്ത് കട്ടിൽ തന്നെ കിടന്നു. പ്രിയന്റെ എല്ലാ വരവിലും അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ മറക്കാത്ത ഭാര്യയ്ക്ക് ഈ വരവിലെന്തോ അതിന് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഉടുത്ത മാക്സി തന്നെ ധാരാളം. വാഹനത്തിനരികിൽ നിന്നും എളാപ്പയാണ് ഉപ്പയെ വിളിച്ചത്. എവിടേക്കാണ് വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അകത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞ് വാഹനത്തിലേക്ക് നോക്കിയപ്പോഴാണ് ആണിയടിച്ച പെട്ടി കണ്ടത്. ആവലാദികൾ മനസ്സിൽ നിറഞ്ഞത് കൊണ്ടാവാം ഉപ്പയുടെ വിതുമ്പലിനപ്പുറത്ത് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. പതിവില്ലാത്ത കോലായിലേക്ക് കയറുന്ന ആളുകളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മയുടെ മനസ്സപ്പോഴും അവനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു. എന്താണ് ഇനി ഈ കടങ്ങളൊക്കെ വീട്ടാൻ നീ കണ്ടിട്ടുള്ളത്? ആളുകളുടെ സംസാരം കൂടി വന്നപ്പോഴാണ് നാട്ടിലെത്തിയിട്ടും തന്റെ അടുത്തേക്ക് വരാത്തതിൽ അരിശം വന്ന ഭാര്യ വെറുതെ അടുക്കളയിൽ നിന്നും വന്നൊന്ന് എത്തി നോക്കിയത്. കോലായിലേക്ക് കിടത്തിയ പെട്ടി നോക്കിയപ്പോഴേ ആരോ വന്നു പിടിച്ചു അകത്തേക്ക് കൊണ്ടുപോയി. മരുമകളുടെ കരച്ചിലെന്തിനാണ് എന്നറിയാനായിരുന്നു ഉമ്മ പുറത്തേക്ക് വന്നത്. പെട്ടിയിലേക്കൊന്ന് നോക്കിയതേയുള്ളൂ, എന്തോ തളർന്നു വീഴുകയായിരുന്നു. 3 ദിവസമായില്ലേ, കൂടുതൽ വെക്കണ്ട എന്നാരോ പറയുന്നത് കേട്ടതും പിന്നെ വൈകിയില്ല. പെട്ടി മുഴുവൻ തുറന്നു. എല്ലാ പ്രാവശ്യം പെട്ടി തുറക്കുമ്പോഴേ കിട്ടാത്തതിന്റെ കണക്കുകൾ പറഞ്ഞ് പരാതികളായിരുന്നു. അന്ന് റഫീക്ക് പറഞ്ഞിരുന്നത്രേ, ഒരു വരവില് നിങ്ങളുടെ ഈ പരാതി ഞാനൊന്ന് തീർക്കും എന്നൊക്കെ. അന്ന് പറഞ്ഞത് ഓർത്തിട്ടാണോ എന്നറിയില്ല. ഈ പെട്ടി തുറന്നപ്പോഴേ ആർക്കും പരാതികളുണ്ടായിരുന്നില്ല. റഫീക്ക് മയ്യത്ത് കട്ടിലിൽ കയറി പള്ളിപ്പറമ്പിലേക്കുള്ള അവസാന യാത്ര പുറപ്പെടുമ്പോഴേ എല്ലാവരും ഇപ്രാവശ്യം കരഞ്ഞത് ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്നോർത്തത് കൊണ്ടാണോ, അതോ പ്രാരാബ്ദങ്ങളെ മുഴുവൻ തീർക്കാതെയാണ് മടങ്ങുന്നത് എന്ന പരിവങ്ങൾ കൊണ്ടായിരിക്കുമോ എന്നെല്ലാം ഓർത്ത് അവസാന ക്യാൻസൽ പാസ്പോർട്ട് തേങ്ങിയതും ആരും കണ്ടിരുന്നില്ല. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാൽ. റഷീദ് എം.ആർ.കെ എഴുതിയ കഥയുടെ ശബ്ദാവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത്. അവതരണം അസ്ലം ചട്ടഞ്ചാൽ.